കോട്ടയം പുതുപ്പള്ളി സ്വദേശി ശ്രീജയെ വിവാഹം കഴിച്ചാണ് പാകിസ്ഥാനിയായ തൈമൂർ കേരളത്തിലെത്തിയത്. ശ്രീജ ഷാർജ ജോലിക്കെത്തിയപ്പോഴായിരുന്നു തൈമൂറുമായി സൗഹൃദത്തിലാകുന്നത്. ഇത് പിന്നീട് പ്രണയമായി പരിണമിച്ചു. നീണ്ട 8 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത്. 6 വർഷം മുമ്പായിരുന്നു വിവാഹം. എന്നാൽ അതിനുശേഷം കേരളത്തിലേക്ക് വരാൻ തൈമൂറിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം തൃശൂരിലെത്തിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് വരാനും സാധിച്ചില്ല. അടുത്തിടെയാണ് ഇരുവരും ചേർന്ന് പുതുപ്പള്ളി ഞാലിയാക്കുഴിയിൽ പണി കഴിപ്പിച്ച വീട്ടിലേക്ക് എത്തുന്നത്. കേരളം അടിപൊളിയാണെന്നാണ് തൈമൂറിന്റെ അഭിപ്രായം. മലയാളം കുറച്ചൊക്കെ അറിയാം, എങ്കിലും പഠിക്കാൻ പാടാണ്. കേരളത്തിലേക്ക് എത്താൻ അനുവദിച്ചതിന് ഇന്ത്യൻ ഗവൺമെന്റിനോട് നന്ദിയുണ്ടെന്നും ഈ പാകിസ്ഥാൻകാരൻ പറയുന്നു. केरला बहुत अच्छा है, केरला का लोग भी से अच्छा है, अल्हम्दुलिल्लाह क्लाइमेट अच्छा है, सब सही अच्छा है केरला का। आदमी बहुत अच्छा है, मेरा बहुत फ्रेंड सर्कल है दुबई में केरला वालों के साथ, गल्फ में बहुत है ना केरला का लोग, तो मेरा बहुत फ्रेंड सर्कल है, अच्छा लोग है। ये सेकंड विज़िट है मेरा केरला में। फर्स्ट टाइम मैं इधर घर नहीं आया, क्यों बाई इलेक्शन था, मिस्टर ओमन चांडी सर एक्सपायर हुए थे, तो वो रीज़न से नहीं आया। तो अभी सेकंड वीज़ा अप्लाई किया, वीज़ा मिला अल्हम्दुलिल्लाह। थैंक्स इंडियन गवर्नमेंट, थैंक्स केरला गवर्नमेंट। പാകിസ്ഥാനിയായ മരുമകനെ പുതുപ്പള്ളിക്കാരും സ്വീകരിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ പോയി തൈമൂറിന്റെ ബന്ധുക്കളെ കാണണമെന്നാണ് ശ്രീജയുടെ ആഗ്രഹം. ബ്രദർ ആണെങ്കിലും അവിടെ നേരത്തെ മുതലുണ്ടായിരുന്നു, ഫസ്റ്റ് മുതൽ തന്നെ അറിയായിരുന്നു. അപ്പം വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പാകിസ്ഥാനിലോട്ട് പോയിട്ടില്ല ഇതുവരെ, എന്തായാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദുബായിൽ ബിസിനസ് നടത്തുകയാണ് തൈമൂർ. 2 ആഴ്ചയ്ക്ക് ശേഷം ഇരുവരും ദുബായിലേക്ക് മടങ്ങും. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.